മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ സംഭവിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തു പല പല സ്ഥലങ്ങളിലും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ശ്രീ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. നല്ല തീരുമാനമാണ്. അദ്ദേഹം ഒരു നല്ല എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിനെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മണ്ഡലമാണ് നമുക്കൊക്കെ അതിശയമുണ്ടായി ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം. പത്തനംതിട്ട കൊണ്ടിട്ടു. അവിടെ വല്ല കാര്യമുണ്ടോ? ഒരിക്കലും കയറി വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന് പത്തനംതിട്ടയായിട്ട് യാതൊരു ബന്ധമുള്ള ആളുമല്ല. അദ്ദേഹത്തിന് ആലപ്പുഴയായിരുന്നെങ്കിലോ അദ്ദേഹത്തിന് വളരെ സ്കോപ്പ് ഉണ്ടായിരുന്നു ആലപ്പുഴയായിരുന്നെങ്കിൽ. അതേപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലത്ത് ഒരു ഇതിലും ഒക്കെ വളരെ നേട്ടം ഉണ്ടാക്കുക. അവിടെ പ്രേമേന്ദ്രനോടൊപ്പം ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പ്രേമേന്ദ്രൻ അത്രയും നല്ലൊരു പാർലമെൻറ്റേറിയനാണ്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾ കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, മിടുക്കനാണ്. അതുകൊണ്ട് എന്നാലും ഒരു ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം അവിടെ വന്നേനെ. പ്രേമേന്ദ്രൻ ജയിക്കും അൾട്ടിമേറ്റ്ലി. പ്രേമേന്ദ്രനെ അവിടെ തോൽപ്പിക്കാനൊന്നും എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ചെയ്യാമായിരുന്നു, അവിടെ കൊടുക്കാമായിരുന്നു. ഇതുപോലെ പത്തനംതിട്ട കൊണ്ട് ചെന്ന് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടിട്ട് ആക്ഷേപിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ചെയ്യാമെന്നതേ ഉള്ളായിരുന്നു. അതും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണ്. പിന്നെ ഇതേപോലെ വേറെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ PWD പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന ശ്രീ ജി സുധാകരൻ, അദ്ദേഹത്തിന് ഒരു നല്ല പ്രതിച്ഛായുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഈ പാർലമെൻ്ററി രംഗത്ത് നിന്ന് തൂത്തുമാറ്റി. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോൾ അഴിമതിയൊന്നും പൊതുമരാമത്തിൽ വെച്ച് പൊറപ്പിക്കത്തില്ലായിരുന്നു. ആ രീതിയിലായിരുന്നു പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം പോയില്ലേ? അത് മുഴുവൻ പോയി. അപ്പോൾ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചുറച്ച് ഇതുപോലുള്ള കൊള്ളാവുന്ന ആളുകളൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കളയും. ആ കളയുന്നതിൻ്റെതാണ് ഈ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒക്കെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. പിന്നെ തിരുവനന്തപുരത്തെ കാര്യം, തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കേട്ടോ. ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്. ആ തിരുവനന്തപുരത്തെ പോരാട്ടം എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മലയാളി ആണെങ്കിൽ പോലും ഇവിടെ കേരളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, തിരുവനന്തപുരത്തുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്, ഒരു കോടീശ്വരനാണ്. പിന്നെ രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജസ്ഥാനം എന്തോ അദ്ദേഹം ഈ രാജ്യസഭയിലേക്ക് വന്ന് അവസാനം മന്ത്രിയാക്കപ്പെട്ട മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല കാൻഡിഡേറ്റാണ്. നമ്മുടെ ശ്രീ ശശി തരൂരിനെതിരെയുള്ള ഉപയോഗിക്കാൻ പറ്റിയിരുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അവർ അവിടെ ഫീൽഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഫീൽഡ് ചെയ്തപ്പോൾ അതിനകത്ത് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ജയിച്ച് കയറും എന്ന് വിചാരിച്ചു. അവസാനം വരെ പൊരുതി. ലാസ്റ്റ് സ്റ്റേജിലാണ് ഒന്ന് മാറി ശ്രീ ശശി തരൂർ കഷ്ടപ്പെട്ട് ജയിച്ച് കയറി വന്നത്. അതിൻ്റെ കാരണം നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. എന്തുകൊണ്ട് ശശി തരൂരിന് ഈ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ജയിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പോരാ, വല്ലപ്പോഴുമൊക്കെ അവിടെ വരണം. അദ്ദേഹം ആഗോളതലത്തിൽ വളരെ പ്രശസ്തനും മിടുക്കനുമൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ നടന്നാലും ഈ വോട്ട് കൊടുത്ത ജനങ്ങളെ ഉണ്ടല്ലോ, നാട് മറന്നാലും മൂട് മറക്കരുത് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. അത് പാടില്ല. അതൊന്ന് ഓർക്കണം വല്ലപ്പോഴും. എന്നിട്ട് അവിടെയൊക്കെ വരണം. ഏത് കാര്യത്തിനായാലും അങ്ങനെ നോക്കണം. ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ ശ്രീ ഹൈബീഡിനെ ഒന്ന് കണ്ടുപിടിച്ചോളൂ. കൂടുതലൊന്നും ദൂരെ ഒന്നും പോകണ്ട. ഇവിടെ ഉണ്ടല്ലോ എറണാകുളത്ത് ഹൈബീഡൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്ര? 2.5 ലക്ഷത്തിൽ കവിഞ്ഞെന്നുള്ള ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ആളുകൾ, വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ടൊരടുപ്പം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അല്ലാതെ വോട്ടർമാർ വോട്ട് ജയിക്കുന്നത് വരെ അവർ മുമ്പ് ഓച്ചാനിച്ച് നിന്ന് വോട്ട് വാങ്ങും. വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാലോ പിന്നെ അങ്ങ് ജനങ്ങൾ ശത്രുക്കളാണ്. പിന്നെ ഒരു ചുറ്റും ആളില്ലാതെ അങ്ങ് നടക്കാൻ നോക്കുകയല്ല. പോലീസുകാരും അതേപോലെ തന്നെ ഒരു 10-35 കാറിൻ്റെ അകമ്പടി ഇതൊന്നുമില്ലാതെ നടക്കാൻ നോക്കത്തില്ല. ഇവരൊക്കെ ആർക്ക് വേണം? ഇവരെയൊക്കെ അതാദ്യം ചിന്തിക്കണം. ആരും ഒന്നുമല്ല ഇവിടെ എന്നൊന്നും മനസ്സിലാക്കണ്ടേ? ഇത് തിരിച്ചറിയട്ടെ ആളുകൾ. അതുപോലെ തന്നെയാണ് ശ്രീ സുധാകരൻ, KPCC പ്രസിഡന്റ്. അദ്ദേഹം വളരെ കഷ്ടപ്പെടും, അവിടെ ജയിക്കത്തില്ല, MV ജയരാജൻ ജയിച്ചു പോകും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നല്ലോ.
അവർ ഉറപ്പായിട്ട് കണക്ക് കൂട്ടിയിരുന്ന ഒരു സീറ്റാണ്. അവരുടെ തട്ടകമല്ലേ അത്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മണ്ഡലമല്ലേ ധർമ്മടം. അവിടെ പോലും വൻ ഭൂരിപക്ഷമല്ലേ ശ്രീ സുധാകരന് കിട്ടിയത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അതും ഇവർ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ട കാര്യവുമാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്തുമാത്രം വിയോജിപ്പ് ഇവരുമായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം.